വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ഇപ്പോൾ പത്മ അവാർഡ് മേടിക്കാൻ വേണ്ടി പോയതും അറിയാം. എന്നാൽ 124 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ വിജിലൻസ് അന്വേഷണമായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി കേസുകളിലൊന്നും ഇദ്ദേഹത്തെ തൊട്ടിട്ടില്ല. ഒരു രീതിയിലും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിയിട്ടില്ല. ആ മഹേഷൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വ്യക്തമാക്കുന്ന കാര്യവുമാണ്. എന്നാൽ ഇത്രയും ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്ത ഒരു വ്യക്തി ഈ ആലപ്പുഴ കോടതി പോലും മരാരിക്കുളം സ്റ്റേഷനിൽ അവരുടെ അടുത്ത് അന്വേഷണം നടത്താൻ പറഞ്ഞിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. 3 പേരുടെ പേരിൽ ഒരു രീതിയിലുള്ള എൻക്വയറി പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ അത് സംബന്ധിച്ച് സംസാരിക്കാനാണ് ബഹുമാനപ്പെട്ട SP ശ്രീ വിഷ്ണു പ്രസാദ് ജിയുടെ കാണാൻ പോയത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. അതിൽ തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു ഇടപെടൽ ഉണ്ടാവും. കാരണം ഇത് പോലീസിനെയും കോടതിയെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്തൊരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു നെയ്യാറ്റിൻകര. അദ്ദേഹത്തിന് 2 പ്രാവശ്യം പത്മ അവാർഡ് റിജക്ട് ചെയ്തു. അതിന്റെ കാരണം എന്താണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. വെറും നിസ്സാരമായ ഒരു കാരണത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിജക്ട് ചെയ്തത്. അത് അദ്ദേഹം വെള്ളമടിച്ച് റോട്ടിൽ കിടക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ 124 ക്രിമിനൽ കേസിലെ പ്രതി എത്ര പേരുടെ ജീവിതം ഇയാൾ നശിപ്പിച്ചു, എത്രമാത്രം കോഴക്കേസുകൾ. അതുപോലെ തന്നെ ശാശ്വതികാനന്ദ സ്വാമിയുടെ കേസ് തൊട്ട് ബാക്കി പല കേസുകൾ എടുക്കാം നമുക്ക്. ഇപ്പൊ KK രമേശന്റെ ഇത് മാത്രമല്ല, ഇതുപോലെ യൂണിയൻ ഓഫീസുകളിൽ നിരവധി ആൾക്കാർ ആത്മഹത്യ ചെയ്ത കേസുകൾ പുറത്തു വരാതിരിപ്പുണ്ട്. ഇതിനെപ്പറ്റി എന്താ ആരും അന്വേഷിക്കാത്ത? ഇപ്പൊ ഇദ്ദേഹത്തെ പറ്റി ആകെ ശക്തമായിട്ട് സംസാരിച്ചു തുടങ്ങിയത് ഇവിടെ കേരളത്തിലെ ഗോകുലം മാത്രമാണ്. പിന്നെ ഞാനുമാണ്. എന്നെ ഗോപാലേട്ടൻ ഇതിലേക്ക് കൊണ്ടുവന്നതിന്റെ ഒരു പ്രധാന കാരണം എന്റെ മുത്തശ്ശനാണ് നാണിയാശാൻ. അരിയപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത് ഗുരുദേവനും നാണിയാശാനും കൂടെ ചേർന്നാണ്. ഗുരുവിനെ കേരളത്തിൽ തന്നെ എല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സംസ്കൃത പണ്ഡിതനായ നാണിയാശാനാണ്. അപ്പം ഈ വിപ്ലവങ്ങളെല്ലാം കേരളത്തിൽ അരിയപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഈ വർഗീയതയ്ക്കെതിരെയുള്ള സ്റ്റാർട്ട് ചെയ്ത്, അനീതിക്കെതിരെയുള്ളത് സ്റ്റാർട്ട് ചെയ്ത്, ധർമ്മത്തിനെ പറ്റി പഠിപ്പിച്ചു തുടങ്ങുന്നത് എല്ലാം ഗുരു അവിടെ നിന്നാണ്. അപ്പോൾ ഇത്തരം ഒരു വ്യക്തി നമ്മുടെ സമുദായത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു വ്യക്തി നമ്മളുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? ഇയാളൊരു ക്രിമിനലായിട്ട് ജീവിച്ചോട്ടെ, ഇയാളുടെ ക്രൈമിനെ ഒന്നും നമ്മളാരും ചോദിക്കുന്നില്ല. പക്ഷെ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മറയാക്കി തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മുന്നിൽ മൗനം ഭജിക്കുക എന്നുള്ളത് ധർമ്മമാണോ? അപ്പൊ ഇയാൾ എല്ലായിടത്തും അഭ്യാസം കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇയാൾ വലിയ പുലിയാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പുലിമടയിൽ തന്നെ അയാളുടെ നാടായ ഇയാള് എന്താ പറഞ്ഞത്, പലതരത്തിലുള്ള വെല്ലുവിളിയാണ്. അയാളുടെ നാട്ടിൽ വന്ന് പറഞ്ഞാൽ അയാൾ കരിച്ചു കളയുമെന്ന്. അയാളുടെ നാട്ടിൽ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അയാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, വെള്ളാപ്പള്ളിയുടെ മോനും വെള്ളാപ്പള്ളിയുടെ ഗുണ്ടകൾക്കും ധൈര്യമുണ്ടെങ്കിൽ, അവർ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരാണെങ്കിൽ അവരെ നേരിടണം. നമ്മൾ ഇവിടെ തന്നെ, നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരല്ല. നമ്മൾ ധർമ്മത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി പോരാടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ മറ്റേയാളുടെ പേരെന്ത്, സന്തോഷ് അരയക്കണ്ടി, അതുപോലെ KL അശോകൻ. ഈ 2 വ്യക്തികളുടെയും പേരിൽ ED അന്വേഷണം ഉണ്ടാവണം. കാരണം ഇവരാണ് ഇവരുടെ ഫണ്ട് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നടത്തുന്നത്. ഒരാൾ നോർത്ത് സൈഡിലാണെങ്കിൽ ഒരാൾ സൗത്തില്. ഇവരുടെ ഗോഡൌണിനെ പറ്റി ഇവിടെ പോലീസ് അന്വേഷിക്കണം. ഇവർ ഫണ്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് അന്വേഷിക്കണം. അപ്പം ഇത്തരം ക്രിമിനൽസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് BJP ആണ് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി ജൂബിലി ഫണ്ട് തട്ടിപ്പിന്റെ പ്രശ്നം ഇവിടെ വന്നപ്പോൾ പ്രധാനമന്ത്രി അതിൽ നിന്ന് ഇയാളുടെ പരിപാടി കൊല്ലത്ത് ബഹിഷ്കരിച്ചതാണ്. എന്നിട്ട് ആ പ്രധാനമന്ത്രി സാക്ഷി നിൽക്കുകയാണ് ഇയാൾ ഇവിടെ ഈ അവാർഡ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രാജീവ് ചന്ദ്രശേഖരന്റെയും തുഷാറിന്റെയും ഈ ഒരു കോക്കസ് ആണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ BJPയുടെ വിശ്വസ്തത എവിടെയാ പോകുന്നത്? ഇതിപ്പോ അടുത്ത് VV രാജേഷിന്റെ കാര്യം പറഞ്ഞ പോലെയാവും. നിങ്ങൾക്ക് ഒരു വലിയൊരു ബ്രേക്കിംഗ് ഉടനെ വരും VV രാജേഷിന്റെ. ഇപ്പം മാധ്യമങ്ങളുടെ ഫ്രണ്ടിലിരുന്ന് നല്ല പിള്ള ചമഞ്ഞിരിക്കുകയാണ്. 14,500 അല്ലേ ഉള്ള സാലറി അല്ലേ? ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാളെ ഞാൻ പറയാം. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞത് മിക്സപ്പ് ആവും.